യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ. നമസ്തേ. എല്ലാ ഭക്തവിശ്വാസികൾക്കും വിനീതമായ പ്രണാമം. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ ഏതാനും ഭാഗങ്ങൾ തുടർച്ചയായി അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ ആഴ്ചകളിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഭക്തവിശ്വാസികളായ ശ്രോതാക്കൾ തുടർന്നും സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി രാമായണ പാരായണം തുടരുകയാണ്. താടകയുടെ പുത്രന്മാരായ മാരീചനെയും സുബാഹുവിനെയും വധിക്കുന്നതിനായി ശ്രീരാമദേവൻ അസ്ത്രം പ്രയോഗിച്ചെങ്കിലും സുബാഹു വധിക്കപ്പെടുകയും മാരീചൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത്. ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും തന്റെ പിന്നിൽ രാമബാണം തുടരുന്നു എന്നുള്ള ഭയം കാരണം അവസാനം മാരീചൻ ശ്രീരാമപാദങ്ങളിൽ തന്നെ അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും എത്ര ജന്മങ്ങളിലൂടെ കടന്നുപോയാലും നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ഒരേ ഒരു പരിഹാരം ഈശ്വരീയമായ പാദഭക്തി മാത്രമാണ്. കർമ്മദോഷങ്ങൾ ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ സർവ പാപമാലിന്യങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു. ആ ജന്മം പുണ്യപ്പെടുന്നു. പാപങ്ങളിൽ നിന്നുള്ള മുക്തിയിലൂടെ മാത്രമേ മനുഷ്യജന്മം ഐശ്വര്യപ്പെടുകയുള്ളൂ. നാം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ പോലും ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ. മാരീചൻ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നത് ശ്രീരാമപാദങ്ങളിൽ നിന്നാണ്. രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തവിശ്വാസിയും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈശ്വരാർപ്പണമായി ചെയ്യുക. സുബാഹു വധിക്കപ്പെടുകയും മാരീചൻ ശ്രീരാമഭക്തനായി തീരുകയും ചെയ്തതോടെ ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തു ആനന്ദം കൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യന്റെ മനസ്സിലുള്ള സംഘർഷമാണിത്. ദുഷ്ചിന്തകളും നിഷേധാത്മകമായ കാഴ്ചപ്പാടുകളും ഒരു ഭാഗത്ത് മനസ്സിനെ തകിടം മറിക്കുമ്പോൾ അത്തരം ചിന്തകളെ ഇല്ലായ്മ ചെയ്ത് സദ്വിചാരങ്ങളും സമർപ്പിതമായ ഈശ്വരഭക്തിയും നാം നമ്മുടെ മനസ്സിൽ നട്ടുവളർത്തുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദേവചൈതന്യം ഉണർന്ന് ജീവിതം ആനന്ദപ്രദമാക്കി മാറ്റും എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഭാഗം നിർത്തിയ വരികളിൽ നിന്നും വായിച്ചു തുടങ്ങുകയാണ്. ഹരേ ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ 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 നാരായണായ നമോ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ. 3 ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി. അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിയ മാഹേശ്വരവില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിത മനോദിനം. ക്ഷോണിപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലതാ കുസുമഫലങ്ങളാൽ സർവമോഹനഗരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി
പുണ്ടരീകേക്ഷണനുമീവണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നഗശായിപരൻ തന്നോടു പരമാർത്ഥം. അഹല്യാമോക്ഷം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ, വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരാമവർ. ഭർതൃശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ. ചെന്തൊണ്ടിവായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടം തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. ആശ്രമങ്ങളിൽ നിത്യയാഗങ്ങൾ നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും വീണ്ടും ഉണ്ടായത് കാരണം വിശ്വാമിത്രൻ വളരെയധികം സന്തോഷിക്കുകയും രാമലക്ഷ്മണകുമാരന്മാരെ നല്ല ആഹാരങ്ങളെല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ചു. തൻ്റെ കൂടെ താമസിപ്പിച്ച് പല പുരാണങ്ങളും പഠിപ്പിച്ചു. പുരാണങ്ങൾ എന്നാൽ കഥകൾ എന്ന് മാത്രം അർത്ഥമാക്കരുത്. പുരാണങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് പല ഈശ്വരീയമായ തത്വങ്ങളും ജീവിതത്തിലെ പല കാഴ്ചപ്പാടുകളും ലഭിക്കാൻ അവസരമാകുന്നു എന്നുള്ളതിനാലാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ പുരാണങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കഥയിലും ഓരോ അനുഭവങ്ങളിലും ഓരോ വരികളിലും ഒട്ടനേകം മഹത്തായ തത്വങ്ങളും മഹത്തായ സന്ദേശങ്ങളും മഹത്തായ കാഴ്ചപ്പാടുകളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്ത പുരാണങ്ങളെയും മറ്റും അധിക്ഷേപിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഹിന്ദു സമൂഹം ഇപ്രകാരം ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി. പുരാണങ്ങളുടെ മറ്റൊരു പ്രത്യേകത, പുരാണങ്ങളിലെ കഥകൾ പറഞ്ഞ് രസിപ്പിച്ചുകൊണ്ട് ആ രസാസ്വാദനത്തിലൂടെ ജീവിതത്തിലെ അർത്ഥഗർഭമായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് വിശ്വാമിത്രൻ ഇവിടെ ചെയ്യുന്നത്. 3 ദിവസം പുരാണങ്ങൾ പഠിപ്പിച്ചു. അരുൾ ചെയ്തിതു 4-ാം ദിവസം പിന്നെ മുനി. 4-ാമത്തെ ദിവസം മഹർഷി പറഞ്ഞു, അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും ജനക മഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ഇനി നാം കാലം വെറുതെ കളയാൻ പാടില്ല. ജനക മഹാരാജാവ് നടത്തുന്ന മഹായജ്ഞം പോയി കാണാം. ചൊല്ലഴും ത്രയംബകമാകിയ മാഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുര ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിത മനോദിനം. സാക്ഷാൽ ശ്രീ മഹേശ്വരന്റെ വളരെയധികം കേൾവി കേട്ട മനോഹരമായിട്ടുള്ള ത്രയംബകം എന്ന വില്ല് വിദേഹ രാജ്യത്ത് അലങ്കരിച്ചു വച്ചിട്ടുണ്ട്. ശ്രീ സാക്ഷാൽ മഹാദേവൻ തന്നെ അനുഗ്രഹിച്ചു വച്ചിട്ടുള്ള വില്ലാണ് ത്രയംബകം. ആ ത്രയംബകത്തിൽ നിത്യവും രാജാക്കന്മാർ അർച്ചന നടത്തുന്നുണ്ട്. ചോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. ചോണിപാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ ത്രയംബകം എന്ന് കാണേണ്ടതാണ്. താപസേന്ദ്രന്മാരോടും ഈവണ്ണം അരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. ഈ കാര്യം മറ്റുള്ള ആശ്രമവാസികളെയും അറിയിച്ച് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി ഗംഗാതീരത്തുള്ള ഗൗതമാശ്രമത്തിലെത്തി. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം
ദിവ്യപാദപ ലതാകുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണം അരുൾ ചെയ്തു. ദിവ്യമായ മരങ്ങളും വള്ളിപ്പടർപ്പുകളും പുഷ്പങ്ങളാലും നിറഞ്ഞ ഇത്രമാത്രം മനോഹരമെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ ഇല്ലാത്ത ആശ്രമ പ്രദേശം കണ്ട് വളരെ കൗതുകത്തോടുകൂടി പുണ്ടരീകേക്ഷണൻ ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും. ഈ മനോഹരമായ ആശ്രമം ആരുടേതാണ്? പക്ഷികളും മൃഗങ്ങളും ചുറ്റിലും ഉണ്ടെങ്കിലും അവയൊന്നും തന്നെ ഈ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. എന്താണ് ഈ പൊരുൾ എന്ന് അവിടുന്ന് പറഞ്ഞു തരണം എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു. പന്നകശായി പരൻ തന്നോട് പരമാർത്ഥം. അനന്തശായിയായ ശ്രീരാമദേവനോട് വിശ്വാമിത്രൻ കാര്യം എന്താണെന്ന് പറഞ്ഞുകൊടുത്തു. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ, വാട്ടമില്ലാത തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ഇതൊരു പുരാവൃത്തമാണ്. തപോനിഷ്ഠനായ മഹർഷിയായ ഗൗതമമുനി നിഷ്ഠയോടുകൂടി ഗംഗാതീരമായ ഇവിടെ ആശ്രമമുണ്ടാക്കി താമസിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ലോകേശൻ നിജ സുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും. ബ്രഹ്മാവ് സ്വന്തം പുത്രിയായ ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നമായ അഹല്യയെ ഗൗതമ മുനീന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തു. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരാമവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു. ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. അഹല്യയുടെ ഭർത്തൃ ശുശ്രൂഷയിലും ബ്രഹ്മചര്യാദി ഗുണങ്ങളിലും വളരെ സന്തോഷിച്ച് പ്രസാദിച്ച് വളരെ ആനന്ദത്തോടുകൂടി അവർ ജീവിച്ചു. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധ വശനായാൻ. അതിമനോഹരിയായിട്ടുള്ള അഹല്യയെ കണ്ട് ഇന്ദ്രനും അഹല്യയിൽ മോഹിതനായി. ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. വളരെ മനോഹരിയായ അഹല്യയെ പ്രാപിക്കാൻ ഇന്ദ്രന് ആഗ്രഹമുണ്ടായി. ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. കാമാർത്തി പൂണ്ട ഇന്ദ്രൻ അഹല്യയുടെ സുന്ദരമായ രൂപം ചിന്തിച്ച് ചിന്തിച്ച് കാമാർത്തി കൊണ്ട് കണ്ണില്ലാത്തവനായി മാറി. കാമേച്ഛകൾ അങ്ങനെയാണ്. കാമാർത്തിക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ കാര്യകാരണങ്ങൾ എന്തെന്നോ ധർമ്മബോധം എന്തെന്നോ ഔചിത്യം എന്തെന്നോ ഇതൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ അന്ധനായി മാറും. ഇത്തരം സാഹചര്യങ്ങളിൽ നല്ല കാഴ്ചപ്പാടിലൂടെയും ധർമ്മബോധത്തിലൂടെയും സ്വയം രക്ഷപ്പെടുത്തേണ്ടത് അവനവന്റെ ധർമ്മമാണ്. ഇതിനുള്ള ഒരേയൊരു വഴി സ്വയം അറിയുക, സ്വയം ബോധവാന്മാരാവുക, ഈശ്വരാർപ്പണമായി ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാം വായിച്ച വരികളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരല്പം കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. 3 ദിവസം പുരാണ കഥകൾ പഠിപ്പിച്ചതിന് ശേഷം ത്രികാലജ്ഞാനിയായ വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരെയും കൂട്ടി വിദേഹ രാജ്യത്തേക്ക് യാത്ര തിരിക്കുകയാണ്. യഥാർത്ഥ ഗുരുജനങ്ങൾ ശിഷ്യരെ അറിഞ്ഞ് ശിഷ്യരെ മനസ്സിലാക്കി അവർക്ക് യോഗ്യമായത് ലഭ്യമാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മുടെ അറിവുകളെല്ലാം വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ആരൊക്കെയോ എന്തൊക്കെയോ ഉദ്ദേശങ്ങളോടുകൂടി പോസ്റ്റ് ചെയ്യുന്ന അറിവുകളും കാഴ്ചപ്പാടുകളുമാണ് നമ്മുടെ പലരുടെയും ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രകാരമുള്ള പല പോസ്റ്റുകളിലും നമ്മെ തന്നെ സ്വയം നശിപ്പിക്കുന്ന വിത്തുകളോടുകൂടിയാണ് പല കാര്യങ്ങളും വാട്സാപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ത്രയംബകം വില്ല് വിദേഹ രാജ്യത്തെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്താൻ കാരണം അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ദക്ഷയാഗത്തിൽ സതീദേവി യാഗകുണ്ഡത്തിൽ ചാടി ദേഹത്യാഗം ചെയ്തതിൽ കുപിതനായ പരമശിവൻ തന്റെ ത്രയംബകം വില്ലെടുത്ത്
ദക്ഷയാഗത്തിൽ പങ്കെടുത്ത എല്ലാ ദേവന്മാരെയും നശിപ്പിക്കുന്നതിനായി ഘോരമായ രുദ്രരൂപമായപ്പോൾ ഭയവിഹ്വലരായ ദേവന്മാർ ശിവനെ പരമമായ ഭക്തിയോടുകൂടി സ്തുതിക്കുകയും ദേവസ്തുതികളിൽ സംപ്രീതനായ ശിവഭഗവാൻ ത്രയംബകം ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. ജനക മഹാരാജാവിന്റെ പൂർവികനായ ദേവവ്രതൻ എന്ന മഹാരാജാവ് ദേവാസുര യുദ്ധങ്ങളിൽ ദേവന്മാരെ യുദ്ധത്തിൽ സഹായിക്കുകയും ദേവവ്രത മഹാരാജാവിന്റെ അത്യുന്നതമായ കഴിവും ദേവന്മാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും കണക്കിലെടുത്ത് ദേവന്മാർ പരമശിവനാൽ നൽകപ്പെട്ട ത്രയംബകം ദേവവ്രതന് നൽകി. ദേവവ്രതൻ ത്രയംബകം തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിത്യവും ത്രയംബകത്തിൽ അർച്ചന നടത്തുകയും തുടർന്നു വന്ന രാജപരമ്പരയിലുള്ള എല്ലാ രാജാക്കന്മാരും ത്രയംബകത്തിൽ നിത്യാർച്ചന നടത്തിക്കൊണ്ടിരുന്നു. ത്രയംബകം ശിവചൈതന്യമാണ്. ശിവന്റെ ആയുധമാണെങ്കിൽ പോലും ആയുധങ്ങളിൽ ദേവചൈതന്യം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ പല കാവുകളിലും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ശൂലം, വാൾ എന്നിങ്ങനെയുള്ള ദേവീദേവന്മാരുടെ ആയുധങ്ങൾ ആരാധന നടത്തുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ വളരെയധികം കാണാൻ കഴിയും. ആയുധപൂജ എന്നത് അതാത് ഈശ്വരീയ ചൈതന്യത്തിലേക്ക് നേരിട്ട് എത്തിപ്പെടാനുള്ള ഏറ്റവും ശക്തമായൊരു മാർഗമാണ്. പല തറവാടുകളിലെയും പണ്ടുള്ള കാരണവന്മാർ വീടുകളിൽ ഇത്തരത്തിലുള്ള ഈശ്വരീയമായ ആയുധങ്ങൾ നിത്യാരാധന നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. മറ്റൊരു കാര്യം ഗൗതമാശ്രമത്തെക്കുറിച്ചുള്ളതാണ്. ഗൗതമാശ്രമത്തിന്റെ പവിത്രത ഗൗതമ മഹർഷിയുടെ തപോനിഷ്ഠയാണ്. തപസ്സിലൂടെയാണ് ഐശ്വര്യവും സമ്പത്തും സമാധാനവും മുക്തിയും ലഭിക്കുന്നത്. തപസ് എന്നാൽ സാമാന്യമായ ജീവിതം വിട്ടെറിഞ്ഞ് വനാന്തരങ്ങളിൽ പോയി തപസ്സിരിക്കുക എന്നുള്ളതല്ല. തപസ് എന്നാൽ തപിക്കലാണ്. ഈശ്വരീയമായ ചിന്തകളിൽ നമ്മുടെ മനസ്സിനെ തപിപ്പിച്ചു കൊണ്ടിരിക്കുകയും ആ താപത്തിന്റെ ജ്വാലകളിൽ ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഉള്ളിലുള്ള പാപഭാണ്ഡങ്ങൾ കത്തിയെരിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മതത്വം അഗ്നിശുദ്ധി വരണം എന്നുള്ളതാണ് തപസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വനാന്തരങ്ങളിൽ പോയി തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള പുണ്യമായ ദൈവീകമായ പുരാണങ്ങളിലൂടെ നിങ്ങളെ മനസ്സിനെ ഒരമണിക്കൂർ നേരം നിത്യവും കൊണ്ടുപോകാൻ ഒരൽപ്പം സമയം കണ്ടെത്തിയാൽ മാത്രം മതി. അതൊരു തപസ്സാണ്. രാമായണം നിത്യപാരായണം ഒരു തപസ്സാണ്. വളരെ മഹത്വമേറിയ ഒരു ദിനചര്യയാണ്. രാമമന്ത്രത്തിന്റെ മഹത്വം കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ആ രാമമന്ത്രത്തിന്റെ പരിശുദ്ധി നമ്മുടെ ആത്മാവിലേക്ക് ക്രമേണ ഓരോ ദിവസവും നിത്യരാമായണ പാരായണത്തിലൂടെ നമ്മുടെ മനസ്സിലേക്കും അന്തരാത്മാവിലേക്കും ഇറങ്ങി ജീവിതം തന്നെ പരിശുദ്ധപ്പെടട്ടെ എന്ന ചിന്തയോടെ നിത്യവും രാമായണം വായിക്കാൻ ശ്രമിക്കുക. രാമായണം നിത്യപാരായണം ഒരിക്കലും വെറുതെയാവില്ല. അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നൽകുവാൻ ജഗദീശ്വരൻ പോലും നിർബന്ധിതനാവും. കാരണം ഭക്തിക്ക് മുന്നിൽ ജഗദീശ്വരൻ പോലും വിനയാന്വിതനാണ്. ഗൗതമന്റെ തപോനിഷ്ഠയിൽ സംപ്രീതനായിട്ടാണ് ബ്രഹ്മാവ് തൻ്റെ തന്നെ പുത്രിയായ അഹല്യയെ ഗൗതമ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. നമ്മുടെ തപോനിഷ്ഠ ശക്തമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നിത്യേന അനുഷ്ഠിക്കുന്ന ഈശ്വരീയ കാര്യങ്ങൾ തപസ്സു തന്നെയാണ്. ആ തപോജ്വാലയിൽ കർമ്മശുദ്ധി വരുവാനായി എല്ലാവരോടും രാമായണം നിത്യപാരായണം വീഴ്ച വരാതെ തുടരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ നിർത്തുകയാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്.
ഓം ശാന്തി ശാന്തി ശാന്തി.